ഇത് ഇവളുടെ രണ്ടാം കെട്ടാണ്. ആദ്യത്തെ ഹസ്ബൻഡിൽ ഒരു കുട്ടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവക്കൊരു പാർട്ണറെ മാത്രമല്ല ആവശ്യം, മോനെ കെയർ ചെയ്യുന്ന നല്ലൊരു ഫാദറിനെയും കൂടിയാണ്. ആ ചെറുക്കനെ വശീകരിക്കാൻ വേണ്ടി പുതിയ സൈക്കിളൊക്കെ അവൻ കൊണ്ടുവന്നു. പക്ഷെ അവനെ ചുറ്റിപ്പറ്റി കുറെ നിഗൂഢതകൾ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. 5 വയസ്സ് മാത്രമേ ഉള്ളൂ, പക്ഷെ പാമ്പുകളെയൊക്കെ വെച്ചാണ് കളിക്കുന്നത്. അവൻ നീയുമായിട്ട് അടുക്കാൻ കുറച്ചധികം സമയമെടുക്കുമെന്ന് ഇവൾ പറയുകയാണ്. കാർട്ടൂണൊക്കെ കണ്ട് ചിരിക്കാനുള്ള പ്രായത്തിൽ ഇവൻ കാണുന്നത് ന്യൂസ് ചാനലാണ്. സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവനോട് ഒരുപാട് സംസാരിച്ചെങ്കിലും അവന്റെ വായിന്ന് ഒരു അക്ഷരം പോലും വന്നില്ല. അമ്മയെ കെട്ടിയതിൽ ഇഷ്ടമില്ലാത്ത പോലെയായിരുന്നു അവന്റെ ഇരിപ്പ്. ഒരു ദിവസം ടീച്ചറെ തെറിവിളിച്ച കേസിൽ അവന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് നിങ്ങളുടെ മോൻ സാധാരണ കുട്ടികളെ പോലെ അല്ല എന്ന് പറയുകയാണ്. അവന്റെ നോട്ടം കൊണ്ട് ആടിക്കൊണ്ടിരുന്ന ബോൾ വരെ നിൽക്കുകയാണ്. അങ്ങനെ അവന്റെ 6ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ഇതൊന്നും താല്പര്യമില്ലാത്ത രീതിയിൽ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുന്നു. ബർത്ത്ഡേ ബോയ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇയാൾ ഫയർ വെച്ച് കളിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഇവൻ തിരിഞ്ഞ് നിഗൂഢമായ രീതിയിൽ അവന്റെ അച്ഛനെ നോക്കുന്നു. തൊട്ട് പിന്നാലെ 2 കാലിലും ഫയർ വീണ് ഇയാളുടെ ദേഹം മൊത്തത്തിൽ തീ പിടിക്കുന്നു. ആ ചെറുക്കന്റെ കള്ളത്തരങ്ങൾക്ക് പൊളിക്കാൻ വേണ്ടി ഇവൻ രാത്രി അവന്റെ റൂം സെർച്ച് ചെയ്യുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ മുറിയെ അല്ലായിരുന്നു അത്, കാണാൻ മന്ത്രവാദികളുടെ കോട്ട പോലെ ഉണ്ടായിരുന്നു. കയ്യിൽ എന്തോ സാധനം ഇട്ടോണ്ട് വന്ന് ആ ചെറുക്കവനെ പേടിപ്പിച്ചു. ടോയ്ലറ്റിന്റെ അകത്ത് ഒളിച്ചിരുന്ന അവനെ വീണ്ടും ആ ഡമ്മി അണിച്ച് പേടിപ്പിച്ചു. അങ്ങനെ ആ ബാത്ത് തലയിടിച്ച് ബോധം പോയി. ജീവനോടെ അവനെ അടക്കാൻ കൊണ്ടുപോവുകയാണ് ഇവൻ. കുടിച്ചിടാൻ തുടങ്ങിയപ്പോൾ അവന് പെട്ടെന്ന് ബോധം വന്നു. അങ്ങനെ അവൻ ഇവളെ വിളിച്ചു. മണ്ണ് മാന്തി പെട്ടി തുറന്നപ്പോഴത്തേക്കും അവൻ ആദ്യം ആവശ്യപ്പെട്ടത് ഡിവോഴ്സിനായിരുന്നു.